വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. അതെ, ലെഫ്റ്റിലേക്ക് ഇടത്തോട്ട് പോട്ടെ. കുറച്ചുകൂടി നേരെ വരട്ടെ. നേരെ മുകളിലേക്ക് എടുത്തോട്ട് അങ്ങനെ പോട്ടെ. ഇന്നോട്ട് പോട്ടെ. അതെ അതെ, അത് തന്നെ. അതെ ശരി. കൊള്ളാം. പതുക്കെ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ കുഴപ്പമാകാൻ കേട്ടാ. സുഖാധികാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു റബ്ബർ മരം പോലും താഴേക്ക് വീഴാൻ പാടില്ല. സുഖാൻ ദിവാന് ഒരുപാട് റബ്ബർ മരങ്ങൾ ആവശ്യമുണ്ട്. അയാളുടെ റബ്ബർ പ്ലാന്റ് ഗാർഡനിലേക്ക് ഒരുപാട് മരങ്ങൾ വേണമെന്ന് പറഞ്ഞു. ദാ ആളെത്തിക്കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് ബോസേ. ഗുഡ് മോർണിംഗ് സുഖാ ദിവാൻ ജി. ഗുഡ് മോർണിംഗ്. വളരെ സൂക്ഷിക്കണം. ഓരോ മരത്തിന്റെ വേരുകളും വളരെ സൂക്ഷിച്ചെടുക്കണം. സൂക്കൻ ദിവാൻജിക്ക് ഉണക്ക മരങ്ങൾ ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. വേദ നഗരത്തിൽ പല സ്ഥലങ്ങളിലും മോഷണത്തെ കുറിച്ച് കേൾക്കുന്നത് പതിവാണ്. എന്നാൽ ഇപ്പോൾ പുതിയ വാർത്തകൾ എന്തെന്നാൽ വേദ നഗരത്തിന്റെ അടുത്തുള്ള കാട്ടിൽ നിയമവിരുദ്ധമായി റബ്ബർ മരങ്ങൾ മുറിച്ചു കൊണ്ടുപോകുന്നു. ഇവിടുത്തെ പോലീസുകാർ ഒന്നും ചെയ്യാതെ എപ്പോഴും പോലെ കയ്യും കെട്ടി ടിവിയും കണ്ടുകൊണ്ടിരിക്കുകയാണ് പതിവ്. ഓഹോ, ഇതെന്ത് വർത്താനാണത്? അല്ല, പോലീസുകാര് വെറുതെ കയ്യും കെട്ടി ടി വി കാണുന്നതല്ല പണി. ഈ മീഡിയക്കാര് വെറുതെ പോലീസുകാർക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ അതൊന്നും വിളിച്ചു പറയും. എടാ നമ്മൾ ഇപ്പൊ തന്നെ കാട്ടിലേക്ക് പോകുന്നു. റബ്ബർ മരങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ആ ഗ്രൂപ്പിനെ കയ്യോടെ പിടികൂടുന്നു. ഓക്കേ, വന്നേ. സാർ എന്തൊക്കെയായി പറയുന്നത്? സാർ ഒറ്റയ്ക്ക് കാട്ടിൽ പോയി ആ കള്ളന്മാരെ പിടികൂടുന്നോ? ഇത് കേൾക്കുമ്പോ എനിക്ക് എന്തൊരു സന്തോഷാ തോന്നുന്നറിയോ? സാറ് ആദ്യമായിട്ടാ ഒരു കേസ് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു സാർ. ഐ ആം പ്രൗഡ് ഓഫ് യു. ഒറ്റയ്ക്കോ? നിന്റെ ബുദ്ധിക്ക് എന്താ വല്ല പ്രശ്നമുണ്ടോ? ഞാൻ ആ ഭയങ്കര ഗുണ്ടകളോടൊപ്പം ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നോ? ഞാൻ ശിവയ്ക്ക് എന്തിനാ ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്? പക്ഷേ പേടാറാം, താൻ പറയുന്നതിലും കാര്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനും ഒറ്റയ്ക്ക് പോയി കേസൊന്ന് തീർക്കാൻ നോക്കണ്ടേ? അതെ സാർ, അല്ലെങ്കിൽ കമ്മീഷണർ സാറേ നമ്മളെ ശിവേന്റെ അടുത്ത് ഈ പോലീസ് സ്റ്റേഷന്റെ ഇൻചാർജ് കൊടുക്കും. പിന്നെ സാറിന്റെ പണിയോ ഇവിടേക്ക് ചായയും പലഹാരം വാങ്ങിട്ട് കൊണ്ടുവരുന്നതാവും. താൻ എന്തായി പറയുന്നത്? അതെ ശിവ. ഹലോ ലഡു സിംഗ് സർ. ഞാൻ ആ റബ്ബർ മരങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോണ കള്ളന്മാരെ പിടിക്കാൻ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. താൻ അവിടേക്ക് വരേണ്ട കാര്യമൊന്നും ഇല്ലട്ടോ ശിവ. ഈ കേസ് ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം. ഓക്കെ ലഡു സിംഗ് സർ. എന്താ സാറേ, ശിവയോട് ഈ കാര്യങ്ങൾ പറയാതെ സാറിന് പോയിക്കോണേ. സ്പേഡാറാം, ശിവേനെ ഈ കാര്യത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കി. അവൻ അങ്ങോട്ട് വരില്ലെന്നേ. ഈ കേസ് ഞാൻ തന്നെ ഒറ്റയ്ക്ക് തീർക്കും. കാലിക്ക് സാർ, സാറ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ പുലിമുരുകനാണല്ലോ. Oh yeah, sad days are gone गए, happy days are back आए. Best रब्बर बनाऊंगा मैं, दुनिया को दिखलाऊंगा मैं. Sad days are gone गए, happy days are back आए. Best रब्बर बनाऊंगा मैं, दुनिया को दिखलाऊंगा मैं. Sad days are gone गए, happy days are back आए. Sad days are gone गए, happy days are back आए. Best रब्बर बनाऊंगा मैं, दुनिया को दिखलाऊंगा मैं. Sad days are gone गए, happy days are back आए. Best रब्बर बनाऊंगा मैं, दुनिया को दिखलाऊंगा मैं. अंकल
ഏതൊക്കെ സ്ഥലത്ത് നിന്നാണോ മരങ്ങൾ പിഴുതെടുത്തത് വീണ്ടും അതേ സ്ഥലത്ത് കൊണ്ടുപോയി മരങ്ങൾ വെച്ചേക്ക്. മരങ്ങൾ തിരിച്ചു വെക്കണമെന്നോ? ഈ സുഖയെ ഒരു കുട്ടിയാണോ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നത്? കുട്ടി 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 ചെല്ലു കുട്ടി ചെല്ല്, കളിക്കൂ ചിരിക്കൂ, എന്നിട്ട് എന്തെങ്കിലും ചെയ്യൂ. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നിങ്ങളെല്ലാവരും എന്താ മിഴിച്ചു നോക്കി നിൽക്കുന്നത്? ചെന്ന് കൊടുക്കവന്. ശിവാനി വിഷമിക്കണ്ട, ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഒറ്റൊരുത്തരെ ഞാൻ വെറുതെ വിടില്ല. വേടാറാം, ഇതൊന്ന് ഊരിയെടുക്കാൻ. ഇയാൾ എന്നെ പിടിക്കാൻ വരുന്നോ? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ? ശിവ, കൊള്ളാം. പിടിച്ചോ. എന്നിട്ടിപ്പോ എന്തായി? ശിവ ഇപ്പൊ കുടുങ്ങി. ടൈം പ്ലീസ് പെട്ടെന്ന് ഇങ്ങനെ എന്നൊക്കെ പാടിയാലേ കാര്യം നടക്കൂല. എന്താണിത്? എന്റെ പാട്ട് എനിക്ക് തോന്നിയതുപോലെ ഞാൻ പാടും. ഞാൻ ലിറിക് എഴുതുന്ന ആളൊന്നുമല്ല, വരികൾ കൃത്യമായിട്ട് പാടാൻ. എന്നാ ശരി. എന്തോന്ന് ശരി? ആദി ശിവയെ രക്ഷിക്കണ്ടേ? നോ 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 നോ, രക്ഷപ്പെടില്ല. നിങ്ങളുടെ കൂട്ടുകാരൻ ഇപ്പോൾ ഇവിടെ ടിങ് ടോങ് എന്ന് ആടിക്കൊണ്ടിരിക്കും. കുട്ടി എന്ന് വിളിക്കും. ഇപ്പൊ നീ എന്ത് ചെയ്യും? കുരുത്തം കെട്ട കുട്ടി. ഇപ്പൊ കുട്ടി ശിവ കുടുങ്ങി പോയി. ആ ക്രെയിൻ തന്നെ തുറക്കൊന്നുമില്ലല്ലോ. അത് തുറക്കില്ല ബോസേ, ഇന്നാണ് അതിന്റെ ഉറപ്പ് നോക്കിയത്. കൊള്ളാം. എങ്കിൽ പാടൂ. ശിവയെ പറ്റിക്കാൻ നിനക്ക് പൊട്ടും ആവില്ല. അങ്ങനെ പറ്റിക്കാമോ? ശിവയെ പറ്റിക്കാൻ നിനക്ക് പൊട്ടും ആവില്ല. അങ്ങനെ പറ്റിക്കാമോ? ശിവയോട് കളിക്കാൻ നടന്നാൽ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല. ശിവയോട് കളിക്കാൻ നടന്നാൽ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല. പാട്ട് നിർത്തിയിട്ട് വേഗം അവനെ പിടിക്കേ. ഞാൻ എത്ര തവണ ചോദിച്ചു അത് തന്നെ തുറക്കുമോ എന്ന്. പിന്നെ എങ്ങനെയാണ് അത് തന്നെ തുറന്നത്? ബോസ്, ഈ മുക്കാനെടുത്ത് പറഞ്ഞത് ക്രൂ നല്ല ടൈറ്റ് ആണെന്നാ. നീയല്ല പറഞ്ഞത് ടൈറ്റ് ആണെന്ന്, പിന്നെ എങ്ങനെ തുറന്നു? എടോ ലുക്ക, താനല്ലേ പറഞ്ഞത് സ്ക്രൂ ടൈറ്റ് ആണെന്ന്? താൻ പറഞ്ഞില്ലേ സ്ക്രൂ ഇല്ലെന്ന്, പിന്നെ എങ്ങനെ തുറന്നേ? എടാ, ഞാനാണ് നിങ്ങളുടെ ബോസ് എന്നിട്ട് എന്നെ അടിക്കുന്നോ? ഇല്ല, സോറി ബോസ്. സോറി ശിവ, നിന്നോട് ഞാൻ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് പറയാം. നീ ഇപ്പൊ ഇവിടെ തന്നെ നിൽക്കും. ഞാൻ ചെന്ന് കാറിൽ നിന്ന് ബ്ലൂ പ്രിന്റ് എടുത്തുകൊണ്ട് വരട്ടെ. ശിവ, അവരൊക്കെ ഓടിക്കളഞ്ഞല്ലോ. ലഡു സിംഗ് സർ, ഇവരുടെ ക്രെയിനും മറ്റുള്ള സാധനങ്ങളും എടുത്തേക്കൂ. ഇനി അവരിവിടെ വരുമെന്ന് തോന്നുന്നു.
ശിവ മരത്തില് റബ്ബർ ബാൻഡും നീ എന്താ ഈ പറയുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അത് പിന്നെ അവിടെ മരത്തില് അയാള് ബാന് റബ്ബർ ബാന് കണ്ടില്ലേ ടടടേ. ശിവ ശിവ ഓ ലഡു സിംഗ് സാറേ, നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തത്? വേദാസ് ഇന്റർനാഷണൽ ബാങ്കിൽ മോഷണം നടക്കുന്നുണ്ട്. മോഷണം റബ്ബർ കള്ളൻ ഇവിടെ ഉണ്ട്. ആദ്യം ഒന്ന് എണീറ്റേ, എന്റെ പൊന്നു മോനെ ഒന്ന് എണീക്ക്. ആ റബ്ബർ കള്ളൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവനെ പിടിക്കാൻ വേണ്ടി 2 അല്ല 4 കൈകൾ വേണ്ടി വരും. പൊന്നു മോനെ, അതുകൊണ്ടാ പറയണേ, ഒന്ന് എണീക്ക്. കുട്ടി മര്യാദക്ക് വഴി മാറാൻ നോക്ക്. മോഷ്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല, പണമെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ജയിലിൽ കൊണ്ടുപോയി ഇടും ഞാൻ. എന്ത് ചെയ്യും? ഞാൻ മോഷ്ടിക്കുമല്ലോ, കൊള്ളയടിക്കുമല്ലോ. എന്ത് ചെയ്യും? ഒരു ചുക്കും ചെയ്യില്ല നീ. എന്നെ പറ്റി നിനക്കറിയില്ല. പോകൂ കുട്ടി. ഹലോ കുട്ടി, നിനക്ക് കുട്ടി എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല അല്ലേ? എന്നാ വിളിക്കുന്നില്ല കേട്ടോ. കുട്ടി 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 കുട്ടി. ഇപ്പൊ പറ, എന്ത് ചെയ്യും? ശിവ എന്നാണ് എന്റെ പേര്. എന്തിനാ എന്നെ തല്ലിയത്? അങ്കിൾ, ഞാൻ ഇവിടെയാ നിൽക്കുന്നത്. എന്താ സുഖമാണ് തനിക്ക്? ഞാൻ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണ്. ലഡ്ഡു സിംഗ്. കുട്ടി ശിവ റബ്ബർ ബാൻഡ് ഷോട്ട് അടിപൊളി. അല്ല, നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലേ? ഇല്ല ഞാൻ ചിരിക്കില്ല. ഇനിയൊന്നും പറയില്ല. അങ്കിൾ, ഞാൻ ഇവിടെയാണ് ഉള്ളത്. എന്താ ടയർഡായോ? റിവ അയാളെ പിടിച്ചില്ല, ഓടിക്കളഞ്ഞു. സാറേ, അത് കണ്ടോ? അത് കടന്ന് അണുങ്ങുന്നത് കണ്ടില്ലേ? അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. എടാ രാം, എനിക്ക് ഭ്രാന്തൊന്നുമില്ല. വഴിയിൽ പോണ പാമ്പിനെ പിടിച്ച് കഴുത്തിലിടാനായിട്ട് ഞാൻ അതിനെ തൊട്ട് നോക്കുക പോലില്ല. അതിനകത്ത് എന്താ ഉള്ളതെന്ന് ആർക്കറിയാ? ഇത് റബ്ബർ ബാൻഡിന്റെ കഷ്ണായിരിക്കും. സെയിം കളറാണ്. ശിവയായിട്ട് ഫൈറ്റ് ചെയ്തപ്പോ തെറിച്ചു വീണതായിരിക്കും.
ഇത് ഞാൻ എടുത്തു വെച്ചേക്കാം. ശിവ വരുമ്പോ കൊടുക്കാലോ. വേണ്ട ആദി, ഇത് കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നുണ്ട്. ഞാൻ നിന്നെ പോലെ ഒന്നും പേടി തൊടുന്നൊന്നും അല്ല. ആദ്യം ഞാൻ ഇതൊന്ന് എടുത്തു നോക്കട്ടെ, എന്താന്ന് അറിയാലോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെന്നേ. വേണ്ട, അതിനെ തുറന്നു നോക്കണ്ട. രേവ, പെട്ടെന്ന് ശിവയെ വിളിക്ക്. എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ രേവ. ഞാൻ അതിനെ പിടിച്ചിട്ടില്ല, അത് എന്നെയാണ് പിടിച്ചിരിക്കുന്നത്. എന്റെ കൈ ഈ റബ്ബർ കഷ്ണത്തിന് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും ഏലിയന്റെ പണിയാണ്. അവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ആദി, നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം പറ, എന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതെ അതെ, ഇവിടെ ജീവൻ പോകുന്ന സമയത്താണ് അവന്റെ ഒരു നാട്ടിലെ കാര്യം പറയാൻ പറയുന്നത്. ശിവ ഇവിടെ. ഞാൻ വരികയാണ് രേവ. അതെ, എന്തിനാ നമ്മളെ മാത്രം ഇവന്മാരെങ്ങനെ ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കുന്നെ? ആദി, അതിനെ എത്രയും പെട്ടെന്ന് നീ കയ്യിന്ന് വിട്. ഞാനെങ്ങനെ വിടാനാണ്? ഞാനതിനെ പിടിച്ചിട്ടില്ലല്ലോ. ഇതാണ് എന്നെ പിടിച്ചിരിക്കുന്നത്. ശിവനെ എത്രയും പെട്ടെന്ന് വിളിക്ക്. ഞങ്ങളെന്ന് വിളിക്കാൻ പറ ശിവ. ഞാനിതാ വരുന്നു. ഇതിപ്പോ എന്നെയും കൂട്ടിക്കൊണ്ട് പോവാണല്ലോ. സോറി ആദി, എനിക്ക് നിന്നെ നിർത്താൻ പറ്റുന്നില്ല. നന്നായിട്ട് പിടിച്ച് വലിക്ക്, മുറുക്ക് പിടിച്ച് വലിക്ക്. വേടാറാ, മുറുക്ക പിടിച്ചോളേ. ആരെങ്കിലും ഞങ്ങളൊന്ന് പിടിക്കണേ. ശിവ, ഞാനൊരു കാര്യം പറയാം. വേഗം സൈക്കിളിന്റെ ഗ്ലൂ ടയർ ഓൺ ചെയ്യ്. എന്നിട്ട് ഒരു സ്ഥലത്ത് നിൽക്ക്. ഈ ശിവ മഹാശല്യമായി മാറിയിട്ടുണ്ട്. മരങ്ങൾ മോഷ്ടിക്കാനും സമ്മതിക്കുന്നില്ല, പിന്നെ പണം മോഷ്ടിക്കാനും സമ്മതിക്കുന്നില്ല. എനിക്കൊറ്റയ്ക്ക് അവനെ നേരിടാൻ കഴിയില്ല. എന്നെ പോലെ ഒരു 4-5 റബ്ബർ മാനുകളെ വേഗം ഉണ്ടാക്കാൻ നോക്കൂ. അതെ, വെറുതെ കസേരയിലിരുന്ന് വെട്ടിവിഴുങ്ങിയാൽ മാത്രം പോരാ. ഞാൻ എന്തുമാത്രം പണം ചെലവഴിക്കുന്നുണ്ട്. വല്ല റിസൾട്ടും നിങ്ങൾക്ക് കിട്ടിയോ? പറയടോ. കിട്ടിയല്ലോ സാറേ. ഈ കാര്യം അറിയുമ്പോ സാർ ഒരുപാട് സന്തോഷിക്കും. സാറിനെ പോലെ ഒന്നല്ല, രണ്ടല്ല, എത്ര ക്ലോൺ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്ത്? ഏയ് ലുക്ക മുക്ക തുക്ക, അയാളെ വേഗം പിടിക്ക്. ഇവൻ വെറും തമാശ പറഞ്ഞതാണെങ്കിൽ ഇവനെ വേഗം കെട്ടിയിട്. എന്നിട്ട് ഡിഷ്യും അവിഷ്യം ആക്ഷനിലൂടെ ഒന്ന് തടവിക്കോ. ഹലോ, എല്ലാരും ഒന്ന് മാറിക്കേ. ആകെ ചവിട്ടാനും ഇടിക്കാനും മാത്രം അറിയൂ മണ്ടന്മാര്. കുറച്ചെങ്കിലുമൊക്കെ ബുദ്ധികൾ ഉപയോഗിച്ച് പണി. സാറേ, നമ്മൾ പറഞ്ഞ സത്യമാ. കുറച്ച് സമയം കൂടി ഞങ്ങൾക്ക് തരേണ്ടി വരും. പിന്നെ സാറിന്റെ പണി വളരെ എളുപ്പമാവുമെന്ന്. ഇപ്പൊ ഫൈനൽ സ്റ്റേജ് വരെയൊക്കെ ആയി. എന്നാ ശരി, നിങ്ങൾക്ക് ഇന്ന് രാത്രി മുഴുവനും ഞാൻ സമയം തരാം. അല്ലെങ്കിൽ നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ ഫൈനൽ സ്റ്റേജ് ആയി പോകും. ടാൻ ടാടാങ്. Watch India's largest kids library only on Jio Hotstar. Download the app now.